അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 21 ബുധനാഴ്ച. 13 ഇനങ്ങളുള്ള ഓണക്കിറ്റ് സംസ്ഥാനത്തെ മഞ്ഞക്കാർഡുടമകൾക്ക് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 6 ലക്ഷം പേർക്ക് 36 കോടി രൂപ ചെലവിലാണ് ഈ വർഷത്തെ കിറ്റ് വിതരണം. സപ്ലൈകോ ഓണവിപണികൾ സെപ്റ്റംബർ 6 മുതൽ ആരംഭിക്കും. ജൈവ പച്ചക്കറിയും ഓണം ഫെയറുകളും ഒരുക്കും. മാവേലി സ്റ്റോറിൽ 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കഴക്കൂട്ടത്ത് അമ്മ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് ഇന്നലെ രാവിലെ വീട് വിട്ടിറങ്ങിയ 13 വയസ്സുകാരിയെ ഇതുവരെ കണ്ടെത്താനായില്ല. ആസാം സ്വദേശിയും നിലവിൽ കഴക്കൂട്ടത്ത് താമസവുമായ അൻവർ ഹുസൈന്റെ മകൾ തസ്മിൻ ബീഗത്തെയാണ് ഇന്നലെ രാവിലെ 10 മണി മുതൽ കഴക്കൂട്ടത്തെ വാടക വീട്ടിൽ നിന്നും കാണാതായത്. അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ അറിയിച്ചു. കഴക്കൂട്ടത്ത് നിന്നും കാണാതായ 13കാരി തസ്മീനായുള്ള അന്വേഷണം അർദ്ധരാത്രിക്ക് ശേഷവും തുടരുകയാണ്. കുട്ടി ഹൈവേയിലൂടെ കഴക്കൂട്ടം ജംഗ്ഷൻ വരെ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ കിട്ടിയതായി തിരുവനന്തപുരം പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് റോഡുകളിലും ആരാധനാലയങ്ങളിലും ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട മറ്റ് പ്രദേശങ്ങളിലുമെല്ലാം പോലീസ് വിശദമായ തെരച്ചിൽ നടത്തുകയാണ്. കഴക്കൂട്ടത്തു നിന്നും കാണാതായ 13 വയസ്സുകാരി തസ്മിത് തംസുമിയെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിൽ കയറിയതായി പോലീസിന് വിവരം ലഭിച്ചു. ഇതേ ട്രെയിനിൽ കുട്ടിയുടെ എതിർവശത്തുള്ള സീറ്റിലിരിക്കുകയായിരുന്ന ഒരു യാത്രക്കാരിയാണ് പോലീസിന് നിർണായക വിവരം കൈമാറിയത്. തിരുവനന്തപുരത്ത് നിന്ന് കുട്ടി ട്രെയിൻ കയറിയെന്നാണ് സഹയാത്രിക പോലീസിനെ അറിയിച്ചത്. ട്രെയിനിലിരുന്ന് കുട്ടി കരയുന്നത് കണ്ട യാത്രക്കാരി കുട്ടിയുടെ ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോയാണ് പോലീസിന് ലഭിച്ചത്. പെൺകുട്ടിയുടെ അച്ഛൻ ഇത് തന്റെ മകൾ തന്നെയെന്ന് പോലീസിനെ അറിയിച്ചു. ഇതോടെ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസം ഉടനെ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 75 സർക്കാർ ക്വാർട്ടേഴ്സ് താമസയോഗ്യമാക്കിയിട്ടുണ്ട്. 83 കുടുംബങ്ങൾക്ക് ഇവിടെ താമസിക്കാം. 219 കുടുംബം ഇപ്പോഴും ക്യാമ്പിലാണ്. കൂടുതൽ വീടുകൾ കണ്ടെത്തി ഇവരുടെ പുനരധിവാസം വേഗത്തിലാക്കുമെന്നും വിദഗ്ധരുമായും ജനപ്രതിനിധികളുമായും പുനരധിവാസ നടപടികൾ ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ദുരന്ത ഭൂമിയിൽ നിന്ന് 119 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും 17 കുടുംബങ്ങളിൽ ആരും അവശേഷിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം ഒഴിവാക്കിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മാനവഹൃദയങ്ങൾ ഒരുമിക്കുന്ന മനോഹര സന്ദർഭമാകട്ടെ ഓണമെന്നും വയനാടിനായി ഈ നിമിഷം നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിയിട്ടില്ലെന്നും പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ കത്ത് നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ അടങ്ങുന്ന അതീവ രഹസ്യാത്മക റിപ്പോർട്ടെന്ന് കത്തിൽ ആവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു തരത്തിലും റിപ്പോർട്ട് പുറത്തുവരുന്നതിന് സർക്കാർ എതിരല്ല. സാക്ഷികളുടെ വിശ്വാസം പൂർണ്ണമായും സംരക്ഷിക്കണമെന്നാണ് റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീകളെ മാന്യമായും ബഹുമാനത്തോടെയും കാണണമെന്നും സ്ത്രീയെയും പുരുഷനെയും വേർതിരിച്ചു കാണുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഗവർണറുടെ പ്രതികരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിന് ഒരു കടമയുണ്ട്. എന്നാൽ നമ്മുടെ മനസാക്ഷി എവിടെ പോയി? സമൂഹത്തോടുള്ള നമ്മുടെ കടമ എന്താണ്? സ്വന്തം കുടുംബത്തിലെ സ്ത്രീകളോട് ഏതു വിധത്തിലാണ് നാം പെരുമാറുക? പിന്നെ എന്തുകൊണ്ടാണ് കുടുംബത്തിന് പുറത്തുള്ള സ്ത്രീകളോട് വ്യത്യസ്തമായി പെരുമാറുന്നത്? സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും ഗവർണർ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച 15 അംഗ പവർ ഗ്രൂപ്പിൽ മന്ത്രിസഭയിലെ ഒരാളുണ്ടെന്നത് ശരിയെങ്കിൽ അത് സർക്കാർ അന്വേഷിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ ഗൌരവതരമെന്ന് ഡിവൈഎഫ്ഐ. സ്ത്രീകളെ 2ാം തരം പൌരന്മാരായി കാണുന്ന പ്രവണത ഇല്ലാതാക്കണമെന്നും മലയാള സിനിമയ്ക്ക് അതിന്റെ സാംസ്കാരിക ഔന്നത്യത്തോടെ മുന്നോട്ടു പോവാൻ കഴിയുന്ന വിധത്തിൽ റിപ്പോർട്ട് വിശദമായ പഠനത്തിന് വിധേയമാക്കി പ്രശ്നപരിഹാരം സാധ്യമാക്കുവാൻ സർക്കാർ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു.
സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവച്ചത് ക്രിമിനൽ കുറ്റമാണെന്ന് എം ഹസൻ. തൊഴിലിടത്തിൽ ലൈംഗിക ചൂഷണമുണ്ടായാൽ കേസെടുക്കാൻ 4.5 വർഷം കാത്തു നിൽക്കണോ എന്നും ലേഡി IPS ഓഫീസർ ഇത് അന്വേഷിക്കണമെന്നും പറഞ്ഞ ഹസൻ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പഠിച്ച് നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇരകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നും 4.5 വർഷം മുൻപ് കിട്ടിയ റിപ്പോർട്ട് സർക്കാർ അന്ന് വായിച്ചിരുന്നെങ്കിൽ അപ്പോൾ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാമായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പര മറച്ചുവച്ചതിലൂടെ ഗുരുതര കുറ്റകൃത്യം ചെയ്ത സർക്കാർ ആരെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നും അദ്ദേഹം ചോദിച്ചു. ഈ ഓണം 100ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളിൽ സർക്കാർ വിളിച്ചാൽ സഹകരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. എന്തുകൊണ്ട് കാലതാമസമുണ്ടായെന്ന് ചോദിക്കേണ്ടി വന്നല്ലോ എന്നും ഇത്ര ഗൌരവമുള്ള കാര്യങ്ങൾ അവരുടെ അറിവിലെത്തുന്നത് ഇപ്പോൾ ആയിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ മേഖലകളിലും ഇതുപോലുള്ള കാര്യങ്ങളുണ്ടെന്നും പരിഹാരമാർഗങ്ങളും റിപ്പോർട്ടിലുണ്ടല്ലോ എന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതിന് സംസ്ഥാന സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണം. സിനിമാ സെറ്റുകളിലെ സ്ത്രീ വിരുദ്ധത അവസാനിപ്പിക്കാൻ സർക്കാർ ശക്തമായ നിലപാടെടുക്കണമെന്നും സിനിമാ സെറ്റുകൾ സ്ത്രീ സൌഹൃദമാക്കാൻ വേണ്ട ഇടപെടലുകൾ സർക്കാർ കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. സാംസ്കാരിക മന്ത്രിയെ പുറത്താക്കി സ്ത്രീകളുടെ മാനം രക്ഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. സിനിമയെ നിയന്ത്രിക്കേണ്ട ഭരണകൂടം മദ്യലഹരി മാഫിയയ്ക്ക് ഓശാന പാടുന്നതിന്റെ പകൽ ദൃശ്യമാണ് ഹേമ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമെന്ന് അദ്ദേഹം ആരോപിച്ചു. താരസംഘടന അമ്മയുടെ ഭാരവാഹി പട്ടിക വലിച്ചെറിയണമെന്ന് PK ശ്രീമതി. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകാത്ത അമ്മയ്ക്ക് പെൺമക്കളില്ലെന്ന് പണ്ടേ പറഞ്ഞതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഗൌരവത്തിലുള്ള നടപടിയെടുക്കണമെന്നും മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാമോ എന്ന് നിയമോപദേശം തേടണമെന്നും ശ്രീമതി കണ്ണൂരിൽ പറഞ്ഞു. വയനാട്ടിലെ ദുരിതബാധിതരുടെ EMI ബാങ്കുകൾ ഇപ്പോഴും പിടിക്കുന്നുവെന്ന് കോൺഗ്രസ് MLA T. സിദ്ദിഖ്. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ സർക്കാർ നിയന്ത്രിക്കണമെന്നും വായ്പ എഴുതിത്തള്ളുന്നതിൽ ഉടൻ തീരുമാനം വേണമെന്നും വൈകിയാൽ സമരത്തിലേക്ക് നീങ്ങുമെന്നും MLA മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ മുങ്ങിമരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ചു നൽകാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ശുപാർശയ്ക്ക് സർക്കാർ അനുമതി നൽകി. 3 സെന്റിൽ കുറയാത്ത സ്ഥലം ജില്ലാ പഞ്ചായത്ത് കണ്ടെത്തി നൽകണം. സബ്സിഡി വ്യവസ്ഥകൾക്ക് വിധേയമായി കോർപ്പറേഷനാണ് ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ചു നൽകുക. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കും തിരിച്ചും പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുമെന്ന് റെയിൽവേ. കൊച്ചുവേളിയിൽ നിന്ന് ബാംഗ്ലൂരു SMVT സ്റ്റേഷനിലേക്കാണ് 16 തേർഡ് AC കോച്ചുകളുള്ള ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങൾ നിയന്ത്രിക്കാനുള്ള സർക്കാർ തീരുമാനം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ കൂടി ബാധിക്കുമെന്നും അവരുടെ പ്രയാസം കണക്കിലെടുത്ത് ഓണാഘോഷ നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നും PC വിഷ്ണുനാഥ് MLA മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. ആഡംബരവും ധൂർത്തും ഒഴിവാക്കി ഇത്തവണത്തെ ഓണാഘോഷം സംഘടിപ്പിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന നാടെന്ന നിലയിൽ കേരളത്തിനെ ഒരു ബ്രാൻഡായി ലേബൽ ചെയ്യുന്ന സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ ശ്രമങ്ങൾ വിജയതീരത്തെ കടക്കുകയാണെന്ന് മന്ത്രി P. രാജീവ്. ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിലാണ് ലൈസൻസ് കൈമാറുക. മെയ്ഡ് ഇൻ കേരള ബ്രാൻഡിൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുന്നതിനാണ് കേരള ബ്രാൻഡ് സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ജസ്ന തിരോധാന കേസിൽ CBI അന്വേഷണം പുരോഗമിക്കുന്നു. ഇന്നലെ മുണ്ടക്കയത്തെത്തിയ CBI സംഘം കേസിന്റെ വിവരങ്ങൾ ശേഖരിച്ചു. മുണ്ടക്കയം ലോഡ്ജിന്റെ ഉടമ ബിജു സേവ്യറിന്റെ മൊഴി CBI രേഖപ്പെടുത്തി. എന്നാൽ ജസ്നയെന്ന് സംശയിക്കുന്ന പെൺകുട്ടിയെ കണ്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ മൊഴി ഇതുവരെയും രേഖപ്പെടുത്തിയില്ല. CBI ഉടൻ തന്നെ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ മൊഴിയും രേഖപ്പെടുത്തും. മലപ്പുറം പോലീസ് അസോസിയേഷൻ യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി അധിക്ഷേപിച്ച PV അൻവർ MLAക്കെതിരെ IPS അസോസിയേഷൻ. സേനാംഗങ്ങളുടെ യോഗത്തിൽ വെച്ച് വ്യക്തിപരമായി ഉദ്യോഗസ്ഥനെ അധിക്ഷേപിച്ചതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നാണ് അസോസിയേഷൻ അംഗങ്ങളുടെ ആവശ്യം.
പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണം സംബന്ധിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ ദളിത് ആദിവാസി സംഘടനകൾ പ്രഖ്യാപിച്ച സംസ്ഥാന ഹർത്താൽ ഇന്ന്. ഹർത്താൽ ജനകീയ സഹകരണത്തോടെ വിജയിപ്പിക്കുമെന്നും ബലം പ്രയോഗിച്ചോ നിർബന്ധിച്ചോ ജനജീവിതം തടസ്സപ്പെടുത്തില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. യാതൊരു അക്രമ പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ലെന്ന് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപന് കോഴിക്കോട് അടങ്ങുന്ന മലബാറിന്റെ ചുമതല നൽകിയതിൽ പ്രതിഷേധിച്ച് ടി.എൻ. പ്രതാപനെതിരെ കോഴിക്കോട് നഗരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ. ചതിയൻ പ്രതാപനെ മലബാറിന് വേണ്ടെന്നാണ് ബോർഡുകളിലുള്ളത്. തൃശൂർ RSSന് കൊടുത്ത നയവഞ്ചകൻ എന്നും ബോർഡിലുണ്ട്. കോൺഗ്രസ് പോരാളികൾ എന്ന പേരിലാണ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാറും. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കേരളത്തിൽ അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 6 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ചക്രവാത ചുഴിയും മധ്യ കിഴക്കൻ അറബിക്കടൽ മുതൽ മാലിദ്വീപ് വരെ 0.9 കിലോമീറ്റർ ഉയരത്തിലായി ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതുമാണ് കേരളത്തിലെ അതിശക്ത മഴയ്ക്ക് കാരണം. പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗത്തെ തരം താഴ്ത്തി CPM. ഏരിയ കമ്മിറ്റി അംഗം അൻസാരി അസീസിനെയാണ് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തോമസ് ഐസക്കിനെ പരിഹസിക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണ് നടപടി. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ സ്വർണം തട്ടിയെടുക്കാനായി മുൻ മാനേജർ പകരം വെച്ച വ്യാജ സ്വർണം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതി മധു ജയകുമാർ വെച്ച 26 കിലോ വ്യാജ സ്വർണമാണ് കണ്ടെടുത്തത്. ബാങ്കിൽ നിന്നും 40 കോടിയോളം രൂപയാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനം സ്വർണ്ണ പണയത്തിൽ വായ്പയെടുത്തത്. കേസ് അന്വേഷിക്കുന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം ബാങ്കിലെത്തിയാണ് വ്യാജ സ്വർണം കസ്റ്റഡിയിലെടുത്തത്. ഓൺലൈൻ ലോൺ എടുത്ത യുവതി ലോൺ നൽകിയവരുടെ ഭീഷണിയെ തുടർന്ന് വീട്ടിനുള്ളിൽ ആത്മഹത്യ ചെയ്തു. എറണാകുളം വേങ്ങൂർ എടപ്പാറ സ്വദേശിനി ആരതിയാണ് മരിച്ചത്. യുവതിയുടെയും ഭർത്താവിന്റെയും ഫോണിലേക്ക് നഗ്ന ഫോട്ടോകൾ അയച്ചു നൽകുമെന്ന് പറഞ്ഞ് ഓൺലൈൻ ലോൺ ദാതാക്കൾ ഭീഷണി മുഴക്കിയതായി നാട്ടുകാർ പറയുന്നു. മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് കുറുപ്പംപടി പോലീസ് അന്വേഷണം തുടങ്ങി. ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BJP. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നാണ് മത്സരിക്കുന്നത്. അസമിൽ മിഷൻ രഞ്ജൻ ദാസ്, രാമേശ്വർ തെലി എന്നിവർ സ്ഥാനാർത്ഥികളാകും. രാജസ്ഥാനിൽ സർദാർ രവനീത് സിംഗ് ബിട്ടു, ത്രിപുരയിൽ രജീവ് ഭട്ടാചാരി എന്നിവരാണ് BJP സ്ഥാനാർത്ഥികൾ. BCCI സെക്രട്ടറി ജയ്ഷാ പുതിയ ചെയർമാനായേക്കുമെന്ന് റിപ്പോർട്ടുകൾ. നിലവിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ പ്രസിഡന്റായ ജയ്ഷായെ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ ICC ചെയർമാൻ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.